കോൺഗ്രസ് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ക്രമക്കേട് നടന്ന തൃശൂർ ഇരിങ്ങാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിലെ നിക്ഷേപകർ വലിയ പ്രതിസന്ധിയിലാണ്. ബാങ്കിൽ ക്രമക്കേട് നടന്നതോടെ RBI ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ മൂലം നിക്ഷേപകർക്ക് പണം പിൻവലിക്കാൻ സാധിക്കുന്നില്ല. മാസങ്ങളായി പണം പിൻവലിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിക്ഷേപകർ ബാങ്കിന് മുന്നിൽ പ്രതിഷേധവും സംഘടിപ്പിച്ചു. സാരംഗ് തന്നെയാണ് തൃശൂരിൽ നിന്ന് തുടരുന്നത്. സാരംഗ്, കോൺഗ്രസ് സംസ്ഥാനത്ത് ഭരിക്കുന്ന എല്ലാ ബാങ്കുകളിലും ഇതുതന്നെയാണ് അവസ്ഥ. എന്താണ് തൃശൂരിലെ സാഹചര്യം? അക്ഷയ്, തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട ടൗൺ കോർപ്പറേറ്റീവ് സഹകരണ ബാങ്കിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് 2025-ലാണ്. വഴിവിട്ട രീതിയിലുള്ള ക്രയവിക്രയങ്ങൾ നടന്നതാണ് ഇത്തരത്തിൽ ഈ ബാങ്കിന് ഏതാണ്ട് 400 കോടിയോളം രൂപയുടെ കടബാധ്യതയിലേക്ക് നീക്കിവിട്ടത് എന്നാണ് പ്രധാനമായും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇതിന് ശേഷം, അതായത് ഇത്തരത്തിൽ ഈ RBIയുടെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു ഈ ബാങ്കിൽ. അപ്പോൾ RBIയുടെ ഇടപെടലിന് ശേഷം തന്നെ അവർ കണ്ടെത്തിയിരുന്നു ബാങ്കിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഭരണമാണ് കഴിഞ്ഞ ഏതാണ്ട് മാസങ്ങളായിട്ട് അവിടെ ഈ ഇരിഞ്ഞാലക്കുട ടൗൺ കോർപ്പറേറ്റീവ് ബാങ്കിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ RBI കനത്ത രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പുതിയ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിനും നിക്ഷേപങ്ങൾ പിൻവലിക്കുന്നതിനും വലിയ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇത് ഈ സാധാരണക്കാരായിട്ടുള്ള നിക്ഷേപകർക്ക് വലിയ പ്രതിസന്ധി തീർത്തു എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ടും വിവിധ ആവശ്യങ്ങൾക്ക് ഈ പണം നിക്ഷേപിച്ചവർക്ക് പണം തിരികെ എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് നമുക്കറിയാം, പലരും സാധാരണക്കാരാണ്. അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ചികിത്സയ്ക്ക് വേണ്ടി, അതോടൊപ്പം തന്നെ മക്കളുടെ വിവാഹം, വിദ്യാഭ്യാസം, വീട് നിർമ്മാണം തുടങ്ങിയ നിരവധി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ പണം പിൻവലിക്കാനായിട്ട് ബാങ്കിലെത്തുന്നത്. അപ്പോഴാണ് ഈ ക്രമക്കേട് നിലനിൽക്കുന്നത് മൂലം ഇപ്പോഴും ഈ നിക്ഷേപകർക്ക് അതിൻ്റെ പണം പിൻവലിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യങ്ങൾ അധികൃതർ അറിയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ പലതവണ അവർ ഈ നിക്ഷേപം പിൻവലിക്കാൻ ശ്രമിച്ചെങ്കിലും യാതൊരു വിധത്തിലുള്ള നടപടിക്രമങ്ങളും പൂർത്തിയാകാതെ ഈ നിക്ഷേപം പിൻവലിക്കാൻ സാധിക്കുന്നില്ല. അതോടുകൂടി കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ നിക്ഷേപകർ ഈ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിലേക്ക് എത്തിക്കൊണ്ട് വലിയൊരു പ്രതിഷേധം തീർത്തത്. നമുക്കറിയാം, ഇരിഞ്ഞാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ MP ജാക്സന്റെ നേതൃത്വത്തിലായിരുന്നു അവിടെ ഭരണം നടന്നിരുന്നത്. അതിനുശേഷം അങ്ങനെയാണ് ഈ ബാങ്കിൽ പലതരത്തിൽ വഴിവിട്ട രീതിയിൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ, ഈടുകൾ പാലിക്കാതെ, അല്ലെങ്കിൽ ഈടിൻ്റെ വാല്യൂ പാലിക്കാതെ തോന്നുംപടി ഈ വായ്പകൾ കോൺഗ്രസ് അനുകൂലികൾക്കും അതോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകർക്കും നൽകിയത്. അങ്ങനെ ആകെ 400 കോടിയുടെ നഷ്ടം ബാങ്കിനുണ്ടായിരുന്നു. ആ നഷ്ടം RBI കണ്ടെത്തി. തുടർന്നാണ് ഇത്തരത്തിൽ RBI അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം അവിടെ ഏർപ്പെടുത്തിയത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിക്ഷേപകർ വലിയ പ്രതിസന്ധിയിലാണ്. പണം യാതൊരു കാരണവശാലും അവർക്ക് പിൻവലിക്കാൻ കഴിയുന്നില്ല. എന്തായാലും കഴിഞ്ഞ ദിവസം അവർ ബാങ്കിലെത്തി വലിയ രീതിയിൽ പ്രതിഷേധം തീർത്തു. എത്രയും പെട്ടെന്ന് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നിക്ഷേപിച്ച തുക അവർക്ക് പിൻവലിക്കാൻ കഴിയണം, അല്ലെങ്കിൽ അതിനൊരു നടപടി ഈ അധികൃതർ ഉണ്ടാക്കി നൽകണം എന്നാണ് ഈ നിക്ഷേപകർ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അക്ഷയ്.